വൈസ് ചാൻസലർ നിയമനത്തിൽ UGC പ്രതിനിധി വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. ഗവർണറുടെ ആവശ്യപ്രകാരമാണ് സുപ്രീം കോടതി ഇത് നിരസിച്ചത്. വിവരങ്ങൾ ദീദാൻ സുമോദ് വീണ്ടും നൽകും. സുമോദ്, ഇതെന്താണ് കാര്യം? ഇന്ന് സുപ്രീം കോടതിയിൽ ഗവർണർ, അതായത് ചാൻസലറായിട്ടുള്ള ഗവർണർ പ്രധാനമായി ആവശ്യപ്പെട്ടത് ഈ കേസ് എത്രയും വേഗം എടുക്കണം എന്ന് തന്നെയായിരുന്നു. അദ്ദേഹം നേരത്തെ കൊടുത്ത സത്യവാങ്മൂലം കൂടാതെ ഒരു അധിക സത്യവാങ്മൂലം കൂടി നൽകിയിരുന്നു. ആ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യമുണ്ടായിരുന്നത്. അതായത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ സ്ഥിരം നിയമനത്തിന് വേണ്ടി ആ സുപ്രീം കോടതി നിയോഗിച്ച ആ സമിതിയിലേക്ക് UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണം. മാത്രമല്ല മുഖ്യമന്ത്രിയെ നിയമന പ്രക്രിയയിൽ നിന്നും ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ നേരത്തെ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള സുധാൻഷു ധൂലിയ അധ്യക്ഷനായുള്ള സമിതി ഒരു കൃത്യമായ ഒരു പാനൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകുകയുമായിരുന്നു ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. അത് അക്ഷരമാലാക്രമത്തിലായിരിക്കണം ആ പേര് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം ചാൻസലർക്ക് ഈ സർക്കാർ നൽകുമ്പോൾ, പട്ടിക നൽകുമ്പോൾ മുഖ്യമന്ത്രിയാണ് ഇതിൽ ഒന്നാമത്തെ ആൾ ആരാണ്, സീരിയൽ നമ്പർ ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള് എന്ന് തീരുമാനിച്ച് നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയിലേക്ക് തന്നെ അധികാരം കേന്ദ്രീകരിച്ച് വരും എന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം എന്നുള്ള ആവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതി കേസ് പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തിനോടും കേന്ദ്രത്തോടും രണ്ട് കൈയും കൂപ്പി വിദ്യാർത്ഥികളുടെ ഭാവിയെ ഓർത്ത് പറയുകയാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കടുംപിടുത്തത്തിലേക്ക് പോകരുത് എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ചാൻസലർ വീണ്ടും കൂടുതൽ കടുപ്പിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. അതിനുശേഷം എത്രയും വേഗം എടുക്കണം എന്നുള്ള ചാൻസലറുടെ, അതായത് ഗവർണറുടെ ആവശ്യമാണ് ഇന്ന് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ശരി സുമോദ്.